ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. യൂണിറ്റ് 1 ഹാർമണി ഓഫ് മാവൽസ് എന്ന് പറയുന്ന യൂണിറ്റിലെ 3ാമത്തെ ലെസൺ ആയിട്ടുള്ള ഗ്ലിംസസ് ഓഫ് എമിറേറ്റ്സ് എന്ന് പറയുന്ന ലെസണാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ക്ലാസ്സും എക്സ്പ്ലനേഷനും ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ആ ലെസണിലത്തെ ആക്ടിവിറ്റീസാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. Then our first activity number 1. Pick out sentences related to the following picture from the passage and write them in the space provided. അപ്പോൾ താഴെ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ആ പിക്ചറുമായി ബന്ധപ്പെട്ട എന്ത് എഴുതണം? സെൻറ്റൻസ് നമ്മുടെ സ്റ്റോറിയിൽ നിന്ന്, നമ്മുടെ പാഠഭാഗത്ത് നിന്നിട്ട് എടുത്തിട്ട് ഇവിടെ എഴുതണം. ഓക്കെ, അപ്പോൾ നമുക്കത് എഴുതി നോക്കാം. ആദ്യത്തെ ബുർജ് ഖലീഫയാണ്. അപ്പോൾ അതുമായി റിലേറ്റ് ചെയ്ത സെൻറ്റൻസ് ഏതാണ്? ഐ വാസ് ഏബിൾ ടു വ്യൂ ദ ബുർജ് ഖലീഫ, ദ ടോളസ്റ്റ് ബിൽഡിംഗ് ഇൻ ദ വേൾഡ്. ഇനി നെക്സ്റ്റ് നമുക്ക് എന്ത് എഴുതാം? എ ബോട്ട് റൈഡ് ഇൻ ബുർദുബായ് ലേറ്റ് ഇൻ ദ ഈവനിങ് വാസ് ദ ഫാസിനേറ്റിംഗ് എക്സ്പീരിയൻസ്. ഇനി അടുത്തത് എന്താ? അടുത്തത് സോളാർ പവർ പ്ലാന്റ് ആണ്. അപ്പോൾ അതുമായി റിലേറ്റ് ചെയ്ത സെൻറ്റൻസ് നമുക്ക് എന്ത് എഴുതാം? അറ്റ് സ്വൻ ഇൻ അബുദാബി ഐ കോട്ട് സൈറ്റ് ഫോർ സംതിങ് അൺഎക്സ്പെക്റ്റഡ്. ഇറ്റ് വാസ് ദ എൻട്രൻസ് ടു ദ ന്യൂ അബുദാബി സോളാർ power plant. It is the largest single site solar power plant in the world, producing a stupendous 1.2 gigawatt of power. അപ്പോൾ ഇങ്ങനെ നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള സെൻറ്റൻസ് നമ്മുടെ പാഠഭാഗത്ത് നോക്കുക, ഇവിടെ എഴുതി ചേർക്കുക. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. ആക്ടിവിറ്റി 2. Then activity 2, Sarah is guiding her friend Mary, who is not familiar with the locality, on how to reach her school. അപ്പോൾ എന്താണ്? സേറയുടെ ഫ്രണ്ട് ആയിട്ടുള്ള മിഴിക്ക് എന്താണ്? സ്കൂളിലേക്ക് വഴിയൊന്നും മിഴിക്ക് അത്ര അറിയില്ല. അപ്പോൾ മിഴിക്ക് സ്കൂളിലേക്ക് വരാനുള്ള വഴി പറഞ്ഞു കൊടുക്കുകയാണ്. റീഡ് ദ കോൺവേഴ്സേഷൻ. അപ്പോൾ അവർ തമ്മിലുള്ള കോൺവേഴ്സേഷൻ നമുക്കൊന്ന് വായിച്ച് നോക്കാം. മിഴി: ഹേ സേറ, ഡു യു നോ ഹൗ ടു ഗെറ്റ് ടു മൈ സ്കൂൾ, ടൗൺ മോഡൽ സ്കൂൾ? അപ്പോൾ എന്താണ് എൻ്റെ സ്കൂൾ, അതായത് ടൗൺ മോഡൽ സ്കൂളിലേക്ക് എങ്ങനെ എത്താൻ നിനക്ക് അറിയോ എന്ന് മിഴി സേറനോട് ചോദിക്കുകയാണ്. ദെൻ സേറ: യു ഹാവ് നെവർ ഗോൺ ടു ദ സ്കൂൾ ഫ്രം ഹിയർ, ഹാവ് യു? അപ്പോൾ നീ ഇവിടുന്ന് സ്കൂളിലേക്ക് പോയിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. ദെൻ മിഴി: നെവർ. ഹൗ ഷുഡ് ഐ ഗെറ്റ് ദർ, ഓൺ ഫുഡ് ഓർ ടേക്കിംഗ് ബസ്? ഇല്ല, ഞാൻ പോയിട്ടില്ല. ഞാൻ എങ്ങനെയാണ് അവിടെ എത്തുക? നടന്നിട്ടാണോ അതോ ബസ്സിനാണോ എന്ന് മിഴി ചോദിക്കുന്നുണ്ട്. ദെൻ സേറ: വൈ ഡോണ്ട് യു വോക്ക്, ഇറ്റ്സ് ഫൺ. അപ്പോൾ എന്താണ്? നിനക്ക് നടന്നാൽ എന്താ, അത് രസമല്ലേ എന്ന് സേറ പറയാണ്. കൂൾ. സോ ഹൗ ഡു വി ഗെറ്റ് ദർ? അതെ, പക്ഷെ നമ്മൾ എങ്ങനെയാണ് അവിടെ എത്തുക? ഓൾ റൈറ്റ്, ലിസൺ, ദിസ് ലൈൻ ജോയിൻസ് ബീച്ച് റോഡ്. അപ്പോൾ ഈ ലൈൻ എങ്ങനെയാണ്? ബീച്ച് റോഡിലേക്ക് ജോയിൻ ചെയ്യും. വാക്ക് അലോങ് ബീച്ച് റോഡ് ടിൽ യു കം ടു ദ ബിഗ് ഗ്രീൻ സൈൻ ഫോർ തൂവൽ തീരം റോഡ്. അപ്പോൾ എന്താണ്? തൂവൽ തീരം റോഡിൻ്റെ അവിടെ ഒരു ബിഗ് ഗ്രീൻ സൈൻ ബോർഡ് ഉണ്ട്. അവിടെ എത്തുന്നത് വരെ നീ നടക്കണം. എവറിത്തിങ് ക്ലിയർ സോ ഫാർ? അപ്പോൾ എല്ലാതും ക്ലിയർ അല്ലേ എന്ന് ചോദിക്കുകയാണ്. ഗോട്ട് ഇറ്റ്, ബീച്ച് റോഡ്, ഗ്രീൻ സൈൻ, തൂവൽ തീരം റോഡ്. അപ്പോൾ എന്താണ്? എന്നിട്ട് ഈ എന്താ പറയുക, ഈ സൈന്, അതായത് ആദ്യം എങ്ങോട്ട് പോകണം, പിന്നെ എങ്ങോട്ട് പോകണം, പിന്നെ എങ്ങോട്ട് പോകണം എന്ന് പറയാണ്. ആദ്യം കിട്ടി, എനിക്ക് മനസ്സിലായി, ബീച്ച് റോഡ്, ഗ്രീൻ സൈന്, ദെൻ തൂവൽ തീരം റോഡ്. ഓക്കെ, അപ്പോൾ അങ്ങനെ പറയാണ്. അപ്പോൾ സേറ പറയുന്നുണ്ട്, എക്സാക്ട്ലി, ടേൺ ലെഫ്റ്റ് ആൻഡ് കീപ് ഗോയിങ് ഫോർ അബൌട്ട് 200 meters, ദെൻ ടേൺ ലെഫ്റ്റ് അഗെയിൻ ഓൺ ടു അംഗനവാടി റോഡ്. അപ്പോൾ എന്താണ്? എന്നിട്ട് എന്ത് ചെയ്യണം? ലെഫ്റ്റിലേക്ക് തിരിഞ്ഞിട്ട് 200 മീറ്റർ നടക്കണം. ദെൻ ലെഫ്റ്റിലേക്ക് ഒന്നും കൂടി തിരിയണം. ദെൻ അപ്പോൾ നീ എവിടെ എത്തും? അംഗൻവാടി റോഡിലെത്തും. ഓക്കെ, അപ്പോൾ മിഴി പറയുന്നുണ്ട്, റൈറ്റ്, വാട്ട്സ് നെക്സ്റ്റ്? എന്താണ് ഇനി അടുത്തത് എന്ന് മിഴി ചോദിക്കുന്നുണ്ട്. Then Sarah walked past the post office and park. It's nice store. That's wonderful. What comes after that? അപ്പോൾ പിന്നെ ഒരു പോസ്റ്റ് ഓഫീസ് കിട്ടും, ഒരു പാർക്ക് കിട്ടും എന്നൊക്കെ പറയാണ്. ദെൻ മിഴി ചോദിക്കുന്നുണ്ട്, പിന്നെ അടുത്തത് എന്താണ്? ടേൺ ലെഫ്റ്റ് ഓൺ ടു റെയിൽവേ സ്റ്റേഷൻ റോഡ്. പിന്നെ എന്ത് ചെയ്യണം? ലെഫ്റ്റിലേക്ക് തിരിയണം. അത് ഏത് റോഡാണ്? റെയിൽവേ സ്റ്റേഷൻ റോഡാണ്. കീപ് ഗോയിങ് സ്ട്രേറ്റ്. പിന്നെ എന്ത് ചെയ്യണം? സ്ട്രേറ്റ് ആയിട്ട് പോകണം. ആഫ്റ്റർ അബൌട്ട് 150 meters you will see your school on the left.
ലെഫ്റ്റ്. അപ്പോൾ 150 മീറ്റർ നടന്നാൽ നിനക്ക് എന്ത് കാണാൻ പറ്റും? നിൻ്റെ സ്കൂള് ലെഫ്റ്റ് സൈഡിൽ കാണാനായിട്ട് സാധിക്കും. യു വോണ്ട് മിസ് ഇറ്റ്, ദർ ഈസ് എൻ ഐസ്ക്രീം ഷോപ്പ് അക്രോസ് ദ റോഡ്. എന്താണ്? ആ റോഡിന് അക്രോസ് ആയിട്ട് ഒരു ഐസ്ക്രീം ഷോപ്പ് ഉണ്ട്. മിഴി താങ്ക്സ് ഓഫുള്ളി, ഐ വിൽ ഹാവ് ടു ഗോ ബൈ. അപ്പോൾ താങ്ക്സ് പറഞ്ഞിട്ട് മിഴി അവിടുന്ന് പോവാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് സേറ മിഴിക്ക് വഴി പറഞ്ഞു കൊടുക്കുന്ന ഒരു കൺവേഴ്സേഷൻ. ഇനി അടുത്തത് എന്താ? വേ ടു മൈ സ്കൂൾ. വേ ടു മൈ സ്കൂൾ. അപ്പോൾ ആ സ്കൂളിലേക്ക് പോകുന്ന ആ മാപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബീച്ച് റോഡും തൂവൽത്തീരം റോഡും അംഗൻവാടി റോഡും റെയിൽവേ സ്റ്റേഷൻ റോഡ് ദെൻ സ്കൂൾ. അപ്പോൾ അതൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ലെറ്റ് us read the following instruction. അപ്പോൾ താഴെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് വായിച്ച് നോക്കാം. ടു റീച്ച് ടൗൺ മോഡൽ സ്കൂൾ ഗോ സ്ട്രെയിറ്റ് അലോങ് ബീച്ച് റോഡ് ഫോർ 15 meters. അപ്പോൾ എന്താണ്? ടു റീച്ച് ടൗൺ മോഡൽ സ്കൂൾ. ടൗൺ മോഡൽ സ്കൂളിലേക്ക് എത്താൻ എന്ത് ചെയ്യണം? ഗോ സ്ട്രെയിറ്റ് അലോങ് ബീച്ച് റോഡ് ഫോർ 50 meters. എന്താണ്? ബീച്ച് റോഡ് സ്ട്രെയിറ്റ് 50 meters നടക്കണം. യു ക്യാൻ സ്പോട്ട് എ ബിഗ് ഗ്രീൻ സൈൻ ബോർഡ് ഇൻഡിക്കേറ്റിംഗ് തൂവൽത്തീരം ബോർഡ്. അപ്പോൾ എന്താണ്? തൂവൽത്തീരം റോഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ബിഗ് ഗ്രീൻ സൈൻ ബോർഡ് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഗോ 200 meters along തൂവൽത്തീരം റോഡ് ആൻഡ് ടേക്ക് എ ലെഫ്റ്റ് ടേൺ ടു അംഗൻവാടി റോഡ്. അപ്പോൾ എന്താണ്? 200 മീറ്റർ നേരെ തൂവൽത്തീരം റോഡ് നടക്കുക, ദെൻ ലെഫ്റ്റ് എടുക്കുക, ദെൻ അംഗൻവാടി റോഡ് എത്തും. കണ്ടിന്യൂ വാക്കിംഗ് പാസ്റ്റ് ദ പോസ്റ്റ് ഓഫീസ് ആൻഡ് ദ പാർക്ക്. അപ്പോൾ എന്താന്നിട്ട് എന്തെയാണ്? പോസ്റ്റ് ഓഫീസും പാർക്കും കടക്കുന്ന വരെ നടക്കുക. ടേക്ക് ദ ഫസ്റ്റ് ലെഫ്റ്റ് ടേൺ ഇൻ ടു റെയിൽവേ സ്റ്റേഷൻ റോഡ്. എന്നിട്ട് എന്ത് ചെയ്യണം? ഫസ്റ്റ് ലെഫ്റ്റ് തിരിയണം. അത് ഏതാണ്? അത് റെയിൽവേ സ്റ്റേഷൻ റോഡാണ്. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ റോഡിലെത്തും. എന്നിട്ട് അവിടുന്ന് എന്ത് ചെയ്യണം? വാക്ക് സ്ട്രെയിറ്റ് അഹെഡ് ഫോർ 150 meters. എന്നിട്ട് എന്ത് ചെയ്യണം? 150 മീറ്റർ നേരെ നടക്കണം. യു വിൽ ഫൈൻഡ് ദ സ്കൂൾ ഓൺ യുവർ ലെഫ്റ്റ്. അപ്പോൾ നിങ്ങൾ എന്ത് കാണും? നിങ്ങളുടെ സ്കൂള് ലെഫ്റ്റിൽ കാണും. യു വോണ്ട് മിസ് ഇറ്റ് ഇഫ് യു നോട്ടീസ് ദ ഐസ്ക്രീം ഷോപ്പ് അക്രോസ് ദ റോഡ്. അപ്പോൾ എന്താണ്? സ്കൂളിൻ്റെ ആ റോഡിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് എന്തുണ്ട്? ഒരു ഐസ്ക്രീം ഷോപ്പും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വേണം എന്ത് ചെയ്യാൻ? ഒരാൾക്ക് വഴി പറഞ്ഞു കൊടുക്കുമ്പോൾ ഇങ്ങനെ വേണം എല്ലാ സൈൻ ബോർഡും അതുപോലെ ക്ലിയർ ആയിട്ട് ഇങ്ങനെ വേണം ഒരു വഴി പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. ദെൻ അതിലെ എ ക്വസ്റ്റ്യൻ നോക്കാം. ടേക്ക് യുവർ പെൻസിൽ, ക്രയോൺ ആൻഡ് പേപ്പർ, ലെറ്റ് us draw എ മാപ്പ് കണക്റ്റിംഗ് യുവർ ഹോം ടു യുവർ സ്കൂൾ. അപ്പോൾ എന്താണ്? പെൻസിലും ക്രയോണും പേപ്പറും ഒക്കെ എടുത്തിട്ട് നിങ്ങളുടെ സ്കൂളിൽ നിന്ന് നിങ്ങളുടെ വീട്ടിലേക്കുള്ള വഴി, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ സ്കൂളിലേക്കുള്ള വീട്ടിൽ നിന്ന് സ്കൂളിലേക്കാണ് ഹോം ടു യുവർ സ്കൂൾ. അപ്പോൾ വീട്ടിൽ നിന്ന് സ്കൂളിലേക്കുള്ള വഴി വരയ്ക്കുക. ഷോ ലാൻഡ്മാർക്സ് ഓൺ ദ വേ ലൈക്ക് എ പാർക്ക്, എ സൂപ്പർ മാർക്കറ്റ്, എ ബാങ്ക് ആൻഡ് അക്ഷയ കേന്ദ്ര ആൻഡ് എ പോസ്റ്റ് ഓഫീസ്. അപ്പോൾ എന്താണ്? അവിടെയുള്ള ലാൻഡ് മാർക്സ് എന്തൊക്കെയെന്ന് വെച്ചാൽ അതൊക്കെ അടയാളപ്പെടുത്തിയിട്ട് ഇപ്പം നമ്മൾ കണ്ടതുപോലെ വേണം നമ്മൾ വരയ്ക്കാനായിട്ട്. ലെറ്റ് us നെയിം ദ റോഡ്സ് ടു. അപ്പോൾ എന്താണ്? ഓരോ റോഡിനും ഓരോ പേരുണ്ടാവും. അപ്പോൾ ആ പേരും കൂടെ നമ്മൾ എഴുതണം. യൂസ് ഓൾ ദ ബ്രൈറ്റ് crayons you have to make the map colorful. അപ്പോൾ എന്താണ്? എല്ലാ ബ്രൈറ്റ് കളേഴ്സും കൂടി യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ മാപ്പ് കളർഫുൾ ആക്കുക. ഓക്കെ, ഈ നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ ആണ്. Write a paragraph describing the way to school from your home and share it with your friends. അപ്പോൾ എന്താണ്? പിന്നെ ഒരു പാരഗ്രാഫ് എഴുതുക. യു മേ കൺസിഡർ സം ഓഫ് ദീസ് ഡയറക്ഷൻ. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഡയറക്ഷൻസ് നിങ്ങൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ വേണം. അപ്പോൾ നേരത്തെ നമ്മളൊരു എക്സാമ്പിൾ കണ്ടു. അപ്പോൾ ആ എക്സാമ്പിൾ നോക്കിയിട്ട് കൂട്ടുകാരുടെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് എങ്ങനെ പോകാമെന്ന് ആ എക്സാമ്പിൾ ഇപ്പോൾ തന്നാലും അതൊരു എക്സാമ്പിൾ മാത്രമേ ആവുള്ളൂ. കാരണം എൻ്റെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്കുള്ള വഴിയാണ് ഞാൻ പറയുക, കൂട്ടുകാരുടെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്കുള്ള വഴി വേണം കൂട്ടുകാരെ എഴുതാൻ. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടതുപോലെ അതൊരു എക്സാമ്പിൾ ആക്കിയിട്ട് കൂട്ടുകാർ എഴുതി നോക്കുക. ഓക്കെ, ദെൻ താഴെയുള്ള പോയിൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് വേണം എഴുതാനായിട്ട്. എന്തൊക്കെയാണ് പോയിൻറ്റ്സ്? ഗോ അലോങ് ദ സ്ട്രീറ്റ് until you reach the traffic light. You will see a bank on the left. It's about 2 kilometers from here. Go along this road. Go straight on ahead. Miss the first 2 turns at the roundabout. Take the first exit. Turn left at the crossroad. Take the second right. It's on your left. Turn right. You will see it in front of you. It's on the other side of the road. Keep walking beyond the park. Once you reach the junction, turn right. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്ത് നോക്കാം. അപ്പോൾ കൂട്ടുകാർ ഇതൊക്കെ വെച്ചിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കി നോക്കാം.
അപ്പോൾ ഇതൊരു എക്സാമ്പിളാണ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഫ്രം മൈ ഹോം ഗെറ്റിംഗ് ടു സ്കൂൾ ഈസ് ക്വൈറ്റ് സ്ട്രെയിറ്റ് ഫോർവേഡ്. ഫസ്റ്റ് അലോങ് ദ സ്ട്രീറ്റ് until you reach the traffic light, you will see a bank on the left. Continue straight on for about 2 kilometers. You will come to a crossroad. Turn left here. Keep going along this road and miss the first two turn. When you reach the roundabout, take the first exit. Keep walking beyond the park and then you will come to a junction. Turn right at the junction. You will see the school on the other side of the road right in front of you. It's an easy route and should take about 50 minutes on foot. Okay. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. Then third activity, your friend Neshwa Mariam from UAE decided to visit your home in Kerala. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഫ്രണ്ട് ആയിട്ടുള്ള നെഷ്വ മറിയം UAEയിൽ നിന്ന് നിങ്ങളെ കാണാനായിട്ട് കേരളത്തിലേക്ക് വരുന്നുണ്ട്. Here is the boarding pass of Neshwa Mariam who arrived at Cochin International Airport from Dubai International Airport. അപ്പോൾ എന്താണ് ദുബായിൽ നിന്ന് കൊച്ചിയിലേക്ക് വന്ന നെഷ്വയുടെ എന്താണ് ബോർഡിംഗ് പാസ്സാണ്. അതെന്താണ് അപ്പോൾ അതൊക്കെ നോക്കുക. ബോർഡിംഗ് പാസ്, നെഷ്വ മറിയം, ഡേറ്റ്, ബോർഡിംഗ് ടൈം, ഫ്ലൈറ്റ്, സീറ്റ്, ഗേറ്റ്, ഫ്രം ദുബായ് ടു കൊച്ചി എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. യു ക്യാൻ സീ the passenger's name, boarding airport, destination, flight number, seat number and departure gate number. A passenger cannot enter a flight without the boarding pass. അപ്പോൾ എന്താ പറഞ്ഞത്, നമുക്ക് ബോർഡിംഗ് പാസ്സിൽ എന്തൊക്കെ കാണാൻ പറ്റും? ബോർഡിംഗ് എയർപോർട്ട് കാണാം, നെയിം കാണാം, ഡെസ്റ്റിനേഷൻ കാണാം, ഫ്ലൈറ്റ് നമ്പർ കാണാം, സീറ്റ് നമ്പർ കാണാം, ഡിപ്പാച്ചർ ഗേറ്റ് നമ്പർ കാണാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ. എ പാസഞ്ചർ cannot enter a flight without the boarding pass. എന്താണ് ബോർഡിംഗ് പാസ് ഇല്ലാണ്ട് ഒരു പാസഞ്ചറിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഫ്ലൈറ്റിലേക്ക് കയറാൻ പറ്റില്ല. ഓക്കെ. After landing, Neshwa Mariam was given a form to be filled up. Help her to complete it. You can use the boarding pass to fill in some of the entries. Self-reporting form. All passengers coming to India are required to fill up this form and submit it in the travels counter at the exit. അപ്പോൾ എന്താണ് ഗൾഫിൽ നിന്ന് വരുന്ന എല്ലാവരും എന്ത് ചെയ്യണം? ഇന്ത്യയിലേക്ക് വരുന്ന എല്ലാവരും എന്ത് ചെയ്യണം? ഈ സെൽഫ് റിപ്പോർട്ടിംഗ് ഫോം ഫിൽ ചെയ്യണം. Then personal information in the name of the passenger, flight number, seat number, date of arrival, proof of origin of journey, port of final destination, contact address in the India for all travelers, house number, street or village. അപ്പോൾ ഇതെന്താ? ഇതിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നെയിം ഓഫ് ദ പാസഞ്ചർ. അപ്പോൾ നമ്മൾ ആ ബോർഡിംഗ് പാസ്സിൽ നോക്കിയിട്ട് നമ്മൾ നെയിം ഓഫ് ദ പാസഞ്ചറും ഫ്ലൈറ്റ് നമ്പറും അറൈവലും കാര്യങ്ങളൊക്കെ അതിൽ നോക്കിയിട്ട് എഴുതുക. ബാക്കിയുള്ളത് നമ്മൾ ജസ്റ്റ് ഫില്ല് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ അത് കൂട്ടുകാർ ഫില്ല് ചെയ്യണം. അപ്പോൾ അത് വായിച്ച് നോക്കിയിട്ട് ബാക്കിയും കൂടെ ഫില്ല് ചെയ്യുക. വളരെ സിമ്പിളായിട്ടുള്ള ആക്ടിവിറ്റിയാണ്. ആ ബോർഡിംഗ് പാസ്സിൽ നോക്കുക, നെയിം നെഷ്വ മറിയം അതിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ഇവിടെ എഴുതുക. അങ്ങനെ അതിലുള്ള കാര്യങ്ങളൊക്കെ എഴുതുക. ദെൻ ബാക്കി നമ്മുടെ അഡ്രസ്സ്, നമ്മുടെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് തന്നെ കംപ്ലീറ്റ് ആക്കിയാൽ മതി. സോ സിമ്പിൾ ആക്ടിവിറ്റിയാണ്. അപ്പോൾ അത് കൂട്ടുകാർ ചെയ്ത് നോക്കുക. അതുകൊണ്ടാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാത്തത്. നമുക്ക് അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. Then fourth activity, note the words in italics in the following sentences. അപ്പോൾ എന്താണ് താഴെ കൊടുത്തുള്ള സെൻറ്റൻസസിൽ ചില വേർഡ്സ് ഇറ്റാലിക്സിലാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ആ വേർഡ്സ് ഒന്ന് നോട്ട് ചെയ്യുക. I see had the same serene appearance everywhere. One experiences a kind of heavenly bliss at these quiet beaches. I was able to view the imposing Burj Khalifa, the tallest building in the world. അപ്പോൾ ഇവിടെ അണ്ടർലൈൻ ചെയ്തിട്ട് ഇറ്റാലിക്സിൽ കൊടുത്തിട്ടുള്ള വേർഡ് ഏതൊക്കെയാണ്? സെറീനും അതുപോലെ ഇമ്പോസിങ്ങും. സം വേർഡ്സ് ആർ യൂസ്ഡ് ടു ഡിസ്ക്രൈബ് പീപ്പിൾ, പ്ലേസസ് ആൻഡ് തിങ്സ്. ദേ ഡിസ്ക്രൈബ് ഹൗ പീപ്പിൾ, പ്ലേസസ് ഓർ തിങ്സ് ലുക്ക് ലൈക്ക്, ടേസ്റ്റ്, സ്മെൽ ഓർ ഫീൽ. അപ്പോൾ എന്താണ് ചില വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേർഡ്സാണ്. പീപ്പിളിനെയോ അതുപോലെ പ്ലേസിനെയോ അതുപോലെ തിങ്സിനെയോ ഒക്കെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് വേർഡ്സ് യൂസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അതെങ്ങനെയാണ്, അതിനെ കാണാൻ എങ്ങനെയാണ്, അതിൻ്റെ ടേസ്റ്റ്, സ്മെല്ലോ ഫീലോ ഒക്കെ നമുക്ക് മനസ്സിലാവാനായിട്ട് പറ്റും. ഓക്കെ. റൈറ്റ് എ ഡിസ്ക്രിപ്ഷൻ അബൌട്ട് എ പ്ലേസ് യു ഹാവ് റീസെൻ്റ്ലി വിസിറ്റഡ് യൂസിങ് സം ഓഫ് ദീസ് വേർഡ്സ്. അപ്പോൾ എന്താണ്
താഴെ കുറച്ച് ഡിസ്ക്രൈബിങ് വേർഡ്സസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ റീസെൻ്റായിട്ട് വിസിറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലത്തിനെ കുറിച്ചിട്ടൊരു ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് വേർഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കി വെക്കാം. ബ്യൂട്ടിഫുൾ, പ്രെറ്റി, ക്വൈറ്റ്, ബിസി, പീസ്ഫുൾ, നോയ്സി, ഗ്രീൻ, സേഫ്, ഡേഞ്ചറസ്, crowded, empty, colorful, lively, breathtaking, peaceful, bustling, vibrant. ഓക്കെ, അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്കൊന്ന് എഴുതി നോക്കാം. I recently visited a beautiful and peaceful village surrounded by green hills. അപ്പോൾ ഞാൻ റീസെൻ്റായിട്ട് പോയി ഒരു ബ്യൂട്ടിഫുൾ വില്ലേജാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ മീനിങ് ഒന്നല്ല, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ വേർഡ്സ് നമ്മൾ മാക്സിമം യൂസ് ചെയ്യണം. ആ ഡിസ്ക്രൈബിങ് വേർഡ്സ് നമ്മൾ മാക്സിമം യൂസ് ചെയ്യണം. പീസ്ഫുൾ വില്ലേജ് സറൗണ്ടിങ് ബൈ ഗ്രീൻ ഹിൽസ്. ദ സീനറി വാസ് ബ്രീത്ത് ടേക്കിംഗ് വിത്ത് റോളിംഗ് ഗ്രീൻ ഹിൽസ് stretching for a while. Unlike the noisy and crowded city I am used to, the village was quiet and pretty, with colorful cottages in blue, yellow and red. The peacefulness of the village stood up with only the sounds of birds breaking the silence. It felt safe and welcoming. Unlike the dangerous and chaotic city, despite its calmness, the village was lively and bustling in its own way, with a busy market full of fresh produce and spices. My visit was a refreshing break from city life, showing a slow, vibrant way of living. അപ്പോൾ എന്താണ് ഒരു സിറ്റി ലൈഫിലുള്ള ഒരാൾ ഒരു ഗ്രാമത്തിലേക്ക്, ഒരു വില്ലേജിലേക്ക് പോയിട്ടുള്ള ആ വിസിറ്റിനെ കുറിച്ചിട്ടാണ് ഈ ഡിസ്ക്രൈബിങ് വേർഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർ പോയ ഒരു സ്ഥലത്തിനെ കുറിച്ചിട്ട് വേണം എഴുതാനായിട്ട്. അപ്പോൾ അത് കൂട്ടുകാരെ എഴുതി നോക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസ് ആയിരുന്നു നമ്മുടെ ഈ ലെസണിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.